നമസ്കാരം. എന്നോട് ചേച്ചി മെസ്സഞ്ചറിൽ വന്ന് പറഞ്ഞു, അമ്പിളിയുടെ കഥകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, ഇച്ചിടൊക്കെ ഒരുങ്ങിയൊക്കെ ഇരിക്കണമെന്ന്. എങ്ങനെയുണ്ട് ഗൈസ്? ഞാൻ ഒരുങ്ങിയതൊക്കെ കൊള്ളാമോ? അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എനിക്കുണ്ടായ ഒരു അനുഭവം തന്നെയാണ്. ഞാൻ ഒരു PSC ഒക്കെ എഴുതി അതെല്ലാം 8 നില പൊട്ടിയൊന്നുമില്ല കേട്ടോ. ഈ LD ക്ലർക്ക് 476 കിട്ടേണ്ടതൊക്കെയാണ്. അന്നൊന്നും ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞങ്ങളുടെ ലിസ്റ്റ് വന്ന സമയത്ത് ഒരുപാട് സാമ്പത്തിക അടിയന്തരാവസ്ഥയൊക്കെ വന്നതുകൊണ്ട് കിട്ടാതെ പോയതാണ്. പിന്നെ നമുക്ക് യോഗമില്ല, അതുതന്നെ. അപ്പം അത് കഴിഞ്ഞ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന എക്സാമിന് വേണ്ടി കോട്ടയം ബ്രില്യൻസിൽ ഞാൻ കോച്ചിങ്ങിന് പോയി. അപ്പോൾ ആ തിരുനക്കര ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് കുറച്ചിങ്ങനെ കറങ്ങി നടക്കണം. നമ്മുടെ ആ ജോളി സിൽസിൻ്റെ മാളൊക്കെ ഇല്ലേ, അതുവഴി ഇങ്ങനെ കറങ്ങി ആര്യാസിൻ്റെ ഒക്കെ അതുവഴി പോകണം. അപ്പോൾ എൻ്റെ അടുത്തൊരു കൂട്ടുകാരി പറഞ്ഞു, ഇവിടെ അത്രയും നടക്കേണ്ട കാര്യമില്ല, ആ തിരുനക്കര ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് താഴോട്ടൊരു കുറുക്ക് വഴിയുണ്ട്, ആ കുറുക്ക് വഴി ഇറങ്ങിയാൽ പെട്ടെന്ന് ഈ സൈഡിലേക്ക് നമുക്ക് എത്താം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അതൊരു 5-10 മിനിറ്റത്തെ നടപ്പുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ദിവസം പരീക്ഷണത്തിൽ ആ കുറുക്ക് വഴി തപ്പി ഇറങ്ങി. അതൊരു 1.5 കുറുക്ക് വഴിയായിരുന്നു. ഞാൻ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചങ്ങനാശ്ശേരിയിൽ ഏതെങ്കിലും ഒരു കുറുക്ക് വഴിയെ നമ്മൾ കയറിയാൽ നമ്മൾ ഉറപ്പായിട്ടും മെയിൻ റോഡിൽ എവിടെയെങ്കിലും മെയിൻ റോഡ് ഏതെങ്കിലും ഒരു സൈഡിൽ വന്ന് ഇറങ്ങും. നമ്മൾ ഏതുവഴി പോയാലും അതെനിക്ക് അറിയാവുന്ന കാര്യം, നമ്മൾ ഏതുവഴി കയറിയാലും മെയിൻ റോഡിൽ തന്നെ വന്ന് ഇറങ്ങുള്ളൂ. പക്ഷേ കോട്ടയത്ത് അങ്ങനെയല്ല അവസ്ഥ. കോട്ടയത്ത് ഏതെങ്കിലും ഒരു കുറുക്ക് വഴി നമ്മൾ കയറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ആ കുരുക്ക് അഴിക്കാനേ പറ്റില്ല. നമുക്കറിയാൻ പാടില്ലാത്ത റോഡാണെങ്കിൽ നമുക്ക് ആ കുരുക്കിൽ നിന്ന് ഇറങ്ങാനേ പറ്റില്ല എന്ന് ഞാൻ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയിലൊക്കെ ഇങ്ങനെ പഠിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു പ്രശ്നം കുരുക്കാണെന്നത് എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ ആ കുറുക്ക് വഴി കയറി. പക്ഷേ വലിയ വലിയ മതിലുകളുള്ള വലിയ വലിയ വീടുകളല്ലാതെ ഒരു പട്ടിക്കുഞ്ഞിനെ പോലും എനിക്കവിടെ കാണാൻ സാധിച്ചില്ല. അപ്പം ഞാനിങ്ങനെ എനിക്ക് തോന്നുന്നു ഞാൻ 10-20 മിനിറ്റോളം ഞാൻ നടക്കുകയാണ്. പക്ഷേ എനിക്ക് ആരെയും കാണാനും പറ്റിയില്ല, ഒരാളോട് വഴി ചോദിക്കാൻ പോലും കണ്ടില്ല. ഒരു വീട്ടിൽ കയറാൻ എനിക്ക് പേടി, കാരണം എല്ലാം വലിയ വലിയ ഗേറ്റുകളുള്ള മതിലുകളും പട്ടിയൊക്കെയുള്ള വീടുകൾ. അവിടെയൊക്കെ എങ്ങനെയാണ് നമ്മൾ കയറുക എന്നുള്ളൊരു ആദ്യ കാരണം ഞാനിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ എൻ്റെ ഭാഗ്യത്തിൽ കുറേ നടന്നപ്പോൾ ഒരു സ്കൂട്ടറുകാരൻ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഭഗവാന്മാരെ എല്ലാം വിളിച്ചുകൊണ്ട്, ഈശ്വര എങ്ങനെയെങ്കിലും എന്നെ കുറിക്കുന്നൊന്ന് അഴിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വഞ്ചുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ ഒരു ഈ പറഞ്ഞ പോലെ ഒരു ചേട്ടന് സ്കൂട്ടറെ വരുന്നുണ്ട്. ഒരു പഴയ ചേതക്കിൻ്റെ സ്കൂട്ടറാണ്, പഴയ ചേതക്ക്. എനിക്ക് ആ കൺമുന്നിൽ ഇപ്പോഴും എനിക്ക് ആ സ്കൂട്ടർ ഓർമ്മയുണ്ട്. ഏകദേശം ഒരു 10-15 വർഷം മുമ്പത്തെ കാര്യമാണ്. അത്രയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഈ ചേതക്ക് സ്കൂട്ടറല്ല, അതായത് ജാമ്പവാൻ്റെ കാലത്തെയാണ് ഒരു സ്കൂട്ടറല്ല, ഒരു ചേട്ടൻ കുറച്ച് പ്രായമുള്ള, എന്നെക്കാട്ടിൽ അന്നൊരു 10-15 വയസ്സെങ്കിലും കൂടുതൽ പ്രായമുള്ളൊരു ചേട്ടനാണ് വന്ന്. ഞാനിപ്പോൾ കൈ കാണിച്ചു നിർത്തി. അപ്പോൾ നിർത്തിയപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നടത്തോട്ടാണ് എനിക്ക് പോകേണ്ടത്, എനിക്ക് വഴി തെറ്റി, എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. അപ്പോൾ പുള്ളി എന്നോട് വഴി പറഞ്ഞു തന്നു. പക്ഷേ എനിക്ക് ഈ വഴിയെക്കുറിച്ചൊരു ബോധവും ഇല്ലാത്ത കാരണം എനിക്ക് ആ പുള്ളി പറഞ്ഞൊന്നും മനസ്സിലായില്ല. എന്ന് പറഞ്ഞിട്ട് പുള്ളി പതുക്കെ സ്കൂട്ടർ എടുത്തങ്ങ് നീങ്ങി. അപ്പോൾ ഞാനിങ്ങനെ പുള്ളി പോകുന്നു നോക്കി അന്തിച്ച് നിൽക്കുകയാണ്. പുള്ളി ശകലം മുമ്പോട്ട് ചെന്നിട്ട് പുള്ളി വണ്ടി നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു വണ്ടിയെ കയറാൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഒരു ചുള്ളൻ ചെറുക്കനോ അല്ലെങ്കിൽ ഒരു സൂപ്പർ ബൈക്കിലോ അങ്ങനെയൊന്നും വന്നാൽ നമ്മൾ കയറത്തില്ല, നമുക്ക് പേടിയാണല്ലോ. പ്രത്യേകിച്ച് ആ സ്ഥലം ഒരാൾ പോലും തട്ടിക്കൊണ്ട് പോയാൽ മനസ്സിലാകത്ത പോലില്ല, അതുപോലൊരു സ്ഥലവും. പക്ഷേ ഈ വണ്ടിയെ കയറാൻ എനിക്കെന്തോ ഭയം തോന്നിയില്ല, കാരണം എനിക്കൊരു പേടി, ഞാൻ ഈ സീറ്റെങ്ങാനും ഇരുന്ന് ഈ സീറ്റെങ്ങാനും ഒടിഞ്ഞു പോകുമ്പോൾ, കാരണം അതുപോലെ തുരുമ്പിച്ച ഒരു വണ്ടിയായിരുന്നു. ഒരുപാട് പഴയ വണ്ടി, അത് കണ്ടാൽ തന്നെ അപ്പടി തുരുമ്പിച്ചൊക്കെ ഇരുന്ന വണ്ടിയാണ്. പുറകിൽ ഈ 2 സീറ്റായിട്ടിരിക്കില്ലേ, പണ്ടത്തെ സ്കൂട്ടർ കണ്ടില്ലേ, 2 സീറ്റാണ്, ഓടിക്കുന്ന ആൾക്കൊരു സീറ്റ്, പുറകിലിരിക്കുന്ന ആൾക്ക് വേറെ സീറ്റ്, അങ്ങനത്തെ സ്കൂട്ടറാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ് കയറാൻ പറഞ്ഞു. ഞാൻ കയറി, കാരണം എനിക്ക് വേറെ നിവൃത്തിയില്ല. എനിക്ക് ഈ കുരുക്കിന്നെങ്കിലും വെളിയിറങ്ങണ്ടേ, ഇനി ഒരാൾ വരുന്നവരെ കാത്തു നിൽക്കാൻ, അത് അയാൾ എങ്ങനെയാണ് പറഞ്ഞിരുന്നത്, ഞാനെന്തായാലും കയറിക്കഴിഞ്ഞാൽ അയാൾ എന്നെ ശരിക്കും പറഞ്ഞാൽ ദൈവം നമ്മുടെ മുമ്പിൽ വന്ന് അവതരിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരവസ്ഥയായിപ്പോയി കേട്ടോ. കാരണം നമ്മുടെ ആ സമയത്ത് വേറൊരാളാണ്, അല്ലെങ്കിൽ ഒരു കാറിൽ ഒരാളാണ്, അല്ലെങ്കിൽ ബൈക്കിൽ വേറൊരു ചെറുക്കനാണ്, ഒന്നും നമ്മൾ കയറില്ല. പക്ഷേ ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലാണ് ആൾ വന്നത്. നമ്മളെക്കാട്ടിലേറെ പ്രായമുള്ള ഒരാൾ, അതും ജാമ്പവാൻ്റെ, അതായത് ഒരു പട്ടിക്ക് വേണമെങ്കിൽ ആ സ്കൂട്ടറിൻ്റെ മുമ്പിൽ അത്രയും സ്പീഡേ ഉള്ളതിന്, അതിൽ കൂടുതലൊന്നും അതിന് സ്പീഡില്ല. അപ്പോൾ അങ്ങനെ ഒരു വണ്ടി ആയതുകൊണ്ട് തന്നെ ഞാനതിൽ ധൈര്യത്തിൽ കയറി. എന്നിട്ട് എന്നെ നമ്മുടെ കോട്ടയത്ത് ആര്യാസിനും പിന്നെ ഈ ജോളി മാളില്ലേ, അങ്ങനെ ഒരു ഉണ്ടല്ലോ, അതിനിടയ്ക്കൊരു വഴിയുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് ആ വഴി കാണുന്ന ആ വഴി കൊണ്ട് ഇറക്കി വിട്ടു. അവിടുന്ന് കുറച്ചുകൂടെ ഉള്ളൂ എനിക്ക് പോകാൻ. അങ്ങനൊരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ വല്ലപ്പോഴും ഒക്കെ ആ മനുഷ്യന് നല്ലത് വരുത്തണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. കാരണം ആ ഒരു അവസ്ഥയിൽ
അങ്ങനെ എന്നെ കൊണ്ട് ഇറക്കിയില്ലാതെ ഞാൻ അതിനകത്ത് അവിടെ കിടന്ന് ദിവസങ്ങളോട് അവിടെ കിടന്ന് കറങ്ങിക്കൂട്ടി. ഞാൻ വേറെ ആരെങ്കിലുമൊക്കെ വരുന്നവരെ എങ്ങനെ എപ്പോഴതിൽ നിന്ന് ഞാൻ ഊരുമെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. പെട്ടെന്ന് ക്ലാസ്സിൽ ചെല്ലേണ്ട ഞാൻ അരമണിക്കൂർ താമസിച്ചാണ് ക്ലാസ്സിലെത്തിയെന്നുള്ള കാര്യം അതിന് വേറെ വഴക്കും കേട്ടു. ടെസ്റ്റ് എഴുതി കിട്ടിയതുമില്ല. എൻ്റെ കൂടെ പിന്നെ എനിക്കൊരു രാശിയുള്ളത്, എൻ്റെ കൂടെ ഒരു ദിവസം ഇരുന്ന് പഠിച്ചവർക്കും ജോലി കിട്ടിയിട്ടുണ്ട്. അവിടെ എൻ്റെ കൂടെ ഒരു പയ്യനുണ്ടായിരുന്നു, അവന് ജോലി കിട്ടി. അതായത് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുമിച്ച് പഠിച്ചാണ്. അവന് ജോലി കിട്ടി, പക്ഷേ എനിക്ക് എന്നിട്ടും കിട്ടിയില്ല കേട്ടോ. എനിക്കതിൽ വിഷമമൊന്നുമില്ല. കാരണം എന്നു ചോദിച്ചാൽ എനിക്കിപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. അത്യാവശ്യത്തിന് കാശ് എൻ്റെ കയ്യിൽ, എൻ്റെ ആവശ്യത്തിന് കാശ് എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് എൻ്റേതായ സ്വാതന്ത്ര്യമുണ്ട്. ആരോടും അനുവാദം ചോദിക്കണ്ട. ഞാനൊന്ന് പൊയ്ക്കോട്ടെ സാറേ, എനിക്ക് നാളെ ലീവ് തരാമോ? അപ്പോൾ അവർ പറയാൻ പറ്റില്ല, ഇന്നയാൾ അവധിയാണ്, അപ്പോൾ താങ്കൾക്കൊരു പറ്റില്ല എന്നൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ പറയാം എൻ്റെ ലീവ് ഞാൻ എടുത്തുകൊണ്ട് പോകും, അതെൻ്റെ പണി നോക്കണമെന്നൊക്കെ പറഞ്ഞു കളയും. അതുകൊണ്ട് അങ്ങനെയുള്ള അവസരമൊന്നുമില്ല. ഇപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തമായ ബിസിനസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഹാപ്പി ആയിട്ട് എനിക്ക് പണി ചെയ്യേണ്ടപ്പോൾ പണി ചെയ്യാം, ഉറങ്ങണമെങ്കിൽ ഉറങ്ങാം, ടൂർ പോകണമെങ്കിൽ ടൂർ പോകാം, അങ്ങനെ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള ആവശ്യങ്ങൾ നടത്തണമെങ്കിൽ എൻ്റെ. അപ്പം അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് കേട്ടോ. ജോലി കിട്ടാൻ ഒരു 7-8 ലിസ്റ്റിലുണ്ടായിരുന്നു. ഞാൻ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ ലിസ്റ്റിലില്ലായിരുന്നു. LD ക്ലർക്ക്, LGS, കണ്ടക്ടർ. കണ്ടക്ടറിൻ്റെ ഒക്കെ ഭയങ്കര കഥയാണ് കേട്ടോ. അതൊക്കെ ഞാൻ വേറൊരു ദിവസം പറയാം. ആദ്യം എനിക്ക് നീളം ഇല്ലെന്ന് പറഞ്ഞ് എന്നെ റിജക്റ്റ് ചെയ്തിട്ട് ഞാൻ പിന്നെ തിരുവനന്തപുരത്ത് പോയി നീളം ആക്കിയതൊക്കെ ഒരു കഥകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞത്. അതൊക്കെ ഭയങ്കര രസകരമായ കഥയാണ്. ചേട്ടനുമായിട്ട് വെല്ലുവിളിച്ച് പോയ കഥയാണ്. ഞാൻ ചേട്ടൻ വിടത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ ഈ ലാബ് അസിസ്റ്റൻറ്റ്, പിന്നെ എക്സസൈസിലുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാനൊരു ചാട്ടം ചാടുകയാണ്. എൻ്റെ ഒരു മുട്ട് മുഴുവൻ ഇളകിപ്പോയി. അങ്ങനെയൊക്കെയുള്ള കുറേ കഥകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ കഥ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ദൈവതുല്യനായ ആരെങ്കിലും നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഊരാക്കുടുക്കിൽ ബന്ധപ്പെട്ട എന്തെങ്കിലും ഓർമ്മകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ രസകരമായ എന്തെങ്കിലും ഒരു സംഭവം നിങ്ങളുടെ മനസ്സിൽ ഉറങ്ങിക്കിടപ്പുണ്ടെങ്കിൽ, ഇത് ഞാൻ കേട്ടപ്പം ചിലപ്പം ശരിയാണല്ലോ, എനിക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ എന്നൊക്കെ ചിലപ്പോൾ തോന്നില്ലേ? അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മറക്കരുത്, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യണം. കാരണം അത് വായിക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. കൊള്ളാമല്ലോ, എന്നെപ്പോലെ അനുഭവമുള്ള വേറൊരാളുകൂടെ ഉണ്ടല്ലേ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഫോളോ ചെയ്യാൻ മറക്കില്ല കേട്ടോ. കാരണം ഒരു വീഡിയോ ഒക്കെ ഇട്ടുമ്പോൾ ഒരാളോട് എന്നെ ആസ്വദിക്കാൻ കിട്ടിയല്ലോ എന്ന് കേൾക്കുമ്പോൾ അതെനിക്കൊരു സന്തോഷമാണ്. പിന്നെ ഫേസ്ബുക്ക് പൈസയൊന്നും തരാൻ തുടങ്ങില്ല. നിങ്ങൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. അങ്ങനെ ഒരു സംഭവമൊന്നും. കാരണം ഞാൻ അവരുടെ ഈ പറഞ്ഞ പോലെ വീക്ക്ലി ടാസ്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാനിതുവരെ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. എനിക്ക് അതിനൊന്നുള്ള സമയമൊന്നുമില്ല. ഞാൻ എൻ്റെ വീഡിയോസ് ചെയ്യുന്നതല്ലാതെ ഞാൻ അതിനൊന്നും പോകാറില്ല. കുറേ വീക്ക്ലി ടാസ്ക് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വരുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരു ടാസ്കിലും പോരാ. അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ 2 ദിവസം വീഡിയോസ് ചെയ്യേണ്ടതാണ്, ഞാനൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പറഞ്ഞാൽ ശ്രീനിവാസ മരിച്ചു, സ്വന്തം വീട്ടിൽ നിന്ന് ആരോ പോയ പോലെ ഒരു വിഷമമായിരുന്നു. സത്യം പറയാം, എനിക്ക് ഒരു മൂഡും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ കേട്ടോ. വിഷയങ്ങളില്ലാഞ്ഞുകൊണ്ടല്ല. ഇനി ചിലർ പറയും വിഷയങ്ങളില്ല. എനിക്ക് വിഷയത്തിനൊരു കുറവുമില്ല. പണ്ട് എന്നോട് എൻ്റെ സുഹൃത്ത് പറഞ്ഞാണ്, നിനക്ക് ഒരിക്കലും ദാമ്പത്യ എന്തോ സംഭവമുണ്ടല്ലോ, അത് വരത്തില്ലെന്ന്, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ വെച്ചാൽ അതന്നെ, ഏതൊരു മുട്ടത്തെങ്ങലോട്ട് നോക്കിയാലും നിനക്ക് വിഷയമുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് വിഷയമില്ലാത്തൊരു സംഭവമേ ഉണ്ടാകുന്നില്ല കേട്ടോ. പിന്നീട് ഞാൻ പലപ്പോഴും ഇത് ആലോചിക്കാറുണ്ട്, ശരി എന്ത് പറഞ്ഞാലും എനിക്ക് എന്തെങ്കിലുമൊക്കെ വിഷയം പറയാൻ കാണും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. സന്തോഷമായിട്ടിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് നാളെ തന്നെ കാണാം. ഓക്കെ, ബൈ.